സാധ്യത സിമലുണ്ട്. സാധ്യത വലിയ സംഘർഷത്തിലേക്ക്, തർക്കത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അവിടെ നിന്ന് ജംഷീർ കൊടിഞ്ഞി പൂർണ്ണ നൽകാനായി ചേരുകയാണ്. ജംഷീർ, എന്താണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ? കൈവിട്ട് പോവുകയാണോ? വലിയ സംഘർഷത്തിലേക്കാണോ പോകുന്നത്? പ്രവർത്തകർ പൂർണ്ണമായും അവിടെ എത്തിയ മുഴുവൻ പ്രവർത്തകരും ഇപ്പോൾ MLA ഓഫീസിന്റെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിന്റെ സമീപം എത്തിയിരിക്കുക. അതൊരു വീടാണ്. ഈ വീടാണ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്നത്. ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ഓഫീസിനകത്ത് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങോട്ടേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ SFI പ്രവർത്തകർ നടത്തുന്നത്. ഏതാണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 100-ലധികം വരുന്ന SFI പ്രവർത്തകരായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായത്. എന്നാൽ ഏതാണ്ട് 600 മീറ്റർ അകലെ ബാരിക്കേഡ് വെച്ച് പോലീസ് ഇവരെ തടയാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ ആ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോലീസിന്റെ വലയം വേദിച്ചുകൊണ്ട് ഇപ്പോൾ SFI പ്രവർത്തകർ MLA ഓഫീസിന്റെ തൊട്ടടുത്താണ്. ഏതാണ്ട് ആ MLA ഓഫീസിന്റെ മുന്നിൽ മുദ്രാവാക്യമാണ് ഇപ്പോൾ പിടിക്കുന്നത്. മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ പോലീസ് സംഘം ഇപ്പോൾ അവിടെ നിന്ന്, അതായത് ഇവരെ തടഞ്ഞ പ്രദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഓഫീസിനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം തന്നെയാണ് പ്രവർത്തകർ നടത്തുന്നത്. അതേസമയം തന്നെ ഇതിനകത്ത് നിരവധി വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരങ്ങോട്ടേക്ക് കയറുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കനത്ത പോലീസ് സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ ഈ MLA ഓഫീസിന്റെ ഏതാണ്ട് 600 മീറ്റർ അപ്പുറം ആയിരുന്നു പോലീസ് ബാരിക്കേഡ് വെച്ച് തകർക്കുകയും ഈ പ്രവർത്തകരെ തടയുകയും ചെയ്തിരുന്നത്. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റിക്കൊണ്ട് മാറ്റി അതിന്റെ മുകളിലൂടെ കയറിയും അതുപോലെ ബാരിക്കേഡ് മാറ്റിയും കൊണ്ട് ഈ MLA ഓഫീസ് പരിസരത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. പോലീസ് ഒരു തവണ ജലപീരങ്കി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ MLA ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. SFIയുടെ നിരവധി പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വന്നപ്പോ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, എന്നാണ് പറഞ്ഞത്. അതെ, രണ്ടാം ഘട്ടമായപ്പോ പ്രിയപ്പെട്ടവരെ രാഹുൽ കെയർ ചെയ്ത് കുട്ടികളുടെ എണ്ണം എത്രയാണ് എന്ന് 1, 2, 3 പിന്നെ അതിന് എണ്ണം കിട്ടാതായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് മെസ്സേജ് അയക്കുകയാണ്, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നു, ഫേസ്ബുക്കിലൂടെ അയക്കുന്നു, വാട്സാപ്പിലൂടെ അയക്കുന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ അയക്കുന്നു. പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് അയക്കുന്ന മരമ്പുരോഗിയായി പാലക്കാട് MLA മാറി. ഞങ്ങൾ ഇങ്ങോട്ട് പ്രതിഷേധം നടത്തിയത് നിങ്ങൾ രാജിവെക്കണമെന്ന് മാത്രം പറയാനല്ല, നിങ്ങൾ ഇനി ഈ പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്തരുത് എന്ന് പറയാൻ കൂടിയിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഒരു ട്രാൻസ്ജെൻഡറിനെ അടക്കം പറയാൻ പാലക്കാട് തോന്നുന്ന തരത്തിൽ മൃഗീയമായി പീഡിപ്പിക്കുന്നത് പോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഞങ്ങളുടെ സഖാക്കൾ ഇവിടെ വിളിച്ച മുദ്രാവാക്യം കോഴി എന്നുള്ളതാണ്. ഞങ്ങൾ അതിന്റെ നേതൃത്വം ആ മുദ്രാവാക്യത്തെ തിരുത്താൻ വേണ്ടി തയ്യാറാവുകയാണ്. കോഴി മനുഷ്യന് ഒരുപാട് ഗുണമുള്ള ജീവിയാണ്. നാടിനും വീടിനും ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് പോലും ഒരു ഉപകാരവുമില്ലാത്ത ഇവനെ പോലെയുള്ള തെമ്മാടികളെ ആ ജീവിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കാൻ പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കാല് കുത്താൻ പോലും അനുവദിക്കില്ല എന്നാണ് SFI പ്രവർത്തകരുടെ എതിർപ്പ്. SFI പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് അവരുടെ ഒരു വെല്ലുവിളി, മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ. MLA ഓഫീസിന് മുന്നിലടക്കം അവരെത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.